വെഞ്ഞാറമ്മൂട് സംഭവിച്ച ക്രൂരതയ്ക്ക് പിന്നിലെ സത്യം ഇതാണ്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ 23-കാരൻ ഓടി നടന്നു കൊന്നത് 5 പേരെ. ആറാമതുള്ള അമ്മയാകട്ടെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലും. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെ അവനെ കൊണ്ട് ഈ കൊല ചെയ്യിപ്പിച്ചതിന് പിന്നിൽ സത്യത്തിൽ സാമ്പത്തിക ബാധ്യത തന്നെയാണോ കാരണം? അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി അവൻ എന്തിനാണ് കാമുകിയെയും അമ്മയെയും അനിയനെയും മറ്റ് ബന്ധുക്കളെയൊക്കെ ഇരകളാക്കിയത്? ഈ പൊരുത്തക്കേടുകളെയൊക്കെ ശരിവെച്ചുകൊണ്ടാണ് അഫാന്റെ പിതാവിന്റെ മൊഴിയും വരുന്നത്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടുന്നത് ലഹരിക്ക് നേരെയാണ്. ലഹരി തന്നെയാണോ ഇത്രയും ജീവനെടുത്തത്? അങ്ങനെയാണെങ്കിൽ രക്ഷയില്ല. പ്രിയ സുഹൃത്തുക്കളെ, നാളെ നമ്മളിൽ ഒരാളും ഇതുപോലെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടാൽ പോലും രക്ഷയില്ല. ലഹരിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന നമ്മുടെ സർക്കാർ എല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ലാതെ വേറൊന്നും ചെയ്യില്ല. 75 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത എന്ന് അഫാൻ പറയുമ്പോഴും മൊഴിയിലെ വൈരുദ്ധ്യങ്ങളൊക്കെ കൃത്യമായി ലഹരിക്ക് നേരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ അതുകൊണ്ടൊരു ഗുണവുമില്ലെന്ന് പറയാമല്ലോ. കഴിഞ്ഞ ദിവസം കഞ്ചാവ് കേസിൽ പ്രതിയായ പ്രതിഭ MLA-യുടെ മകനെതിരെ നടപടി സ്വീകരിച്ചതിന് പോലീസുകാർക്കെതിരെയാണ് നമ്മുടെ സർക്കാർ നടപടി സ്വീകരിച്ചത്. എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ലഹരിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ എന്നല്ലാതെ എന്ത് പറയാനാണ്? എന്തായാലും അഫാന്റെ ഈ ക്രൂരത എങ്ങനെയായിരുന്നുവെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആരും ചെറിയ ശബ്ദം പോലും കേട്ടിട്ടില്ല. ചുറ്റികയ്ക്ക് നെറ്റിയിൽ അതിശക്തമായി ഒരൊറ്റയടി. ഇത് ഏറ്റാൽ ആർക്കും പിന്നെ നിലവിളിക്കാൻ പോലും കഴിയില്ല. ഇത് മനസ്സിലാക്കിയായിരുന്നു അഫാന്റെ കൊലപാതകങ്ങൾ. തിരക്കേറിയ വെഞ്ഞാറമ്മൂട് പുത്തമ്പാലം റോഡിൽ നിന്ന് 20 മീറ്റർ ദൂരത്താണ് അഫാന്റെ വീടുള്ളത്. ഇരുവശത്തും മതിലിനോട് ചേർന്ന് അയൽവീടുകളുമുണ്ട്. എന്നിട്ടും അഫാൻ ആക്രമിച്ചപ്പോൾ ഒരു നിലവിളി പോലും പുറത്തു കേട്ടില്ല. ഇതിന് കാരണം അഫാന്റെ റിപ്പർ മോഡൽ കൊലയാണ് എന്നതാണ്. എങ്ങനെയാണ് കൊലപാതക രീതി തിരഞ്ഞെടുത്തത് എന്നതിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അതിനിടെ വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിൽ നടന്ന കൊലയിൽ ചില സൂചനകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1-ന് താഴെപ്പാങ്ങോട് എലിച്ചുഴി പുത്തൻ വീട്ടിലെത്തി ഉപ്പയുടെ ഉമ്മ സൽമ ബീവിയെ കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ടാണ് അഫാൻ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടതെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ കഴുത്തിലെ സ്വർണമാല ഊരി പണയം വെച്ച് കിട്ടിയ പണം കൊണ്ടാണ് മറ്റുള്ളവരെ വകവരുത്താനുള്ള ചുറ്റികയും കത്തിയും പ്രതി വാങ്ങിയത്. തുടർന്ന് പെൺ സഹോദരന്റെ വീട്ടിലെത്തി കൃത്യം നിറവേറ്റി. പിന്നീട് സ്വന്തം വീട്ടിലെത്തി. വീട്ടിൽ ആദ്യം അമ്മയെയും പെൺ സുഹൃത്തിനെയും വകവരുത്താൻ അഫാൻ ശ്രമിച്ചെന്നാണ് വിലയിരുത്തലുകൾ. സ്കൂൾ വീട്ടിലെത്തിയ അനുജൻ ഉമ്മയെ ഫോൺ വിളിച്ചു. ഫോൺ എടുത്തത് അഫാൻ ആയിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്നും അഫാൻ വീട്ടിലേക്ക് വന്നത്. തുടർന്ന് സഹോദരനെ വെഞ്ഞാറമ്മൂട്ടിൽ എത്തിച്ച് കുഴിമന്തി വാങ്ങി നൽകിയ ശേഷമാണ് വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയത്. അതിനു മുമ്പ് തന്നെ അമ്മയെയും പെൺ സുഹൃത്തിനെയും അഫാൻ ആക്രമിച്ചു എന്നാണ് നിഗമനം. ആ വീട്ടിൽ താൻ 3 പേരെ കൊന്നിട്ടു എന്നായിരുന്നു പോലീസിനെ അഫാൻ അറിയിച്ചത്. 3ാമത്തെ കൊല ആരുടേതെന്ന് അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു. പൂട്ട് പൊളിച്ച് വീട്ടിലേക്ക് കയറിയ പോലീസ് ഹാളിൽ അനുജൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടു. പിന്നീടുള്ള പരിശോധനയിൽ അമ്മയെയും കണ്ടു. ഇതിൽ 9ാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും 500 രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെന്തിനാണെന്ന് നിലവിൽ ഉത്തരമില്ല. സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം. അടുത്ത മുറിയിലായിരുന്നു ഷെമി പരിക്കേറ്റ് കിടന്നത്. ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചത്. മുകളിലത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കണ്ടത്. അമ്മയെയും ഫർസാനയെയും വകവരുത്തിയ ശേഷമാണ് കുഞ്ഞനുജനെ വകവരുത്തിയത് എന്നാണ് സൂചന. ബൈക്കിൽ ചുറ്റികയുമായി അഫാൻ സഞ്ചരിക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ള അഫാന്റെ അമ്മയുടെ മൊഴി പോലീസ് കഴിയുന്നതും വേഗം രേഖപ്പെടുത്തും. ഇതിലൂടെ സത്യം വ്യക്തമാകും എന്നാണ് സൂചന. അടുക്കളയിൽ ഗ്യാസിന്റെ മണമുണ്ടായിരുന്നു. ഗ്യാസ് തുറന്നിട്ടതായിരുന്നു ഇതിന് കാരണം. ഗ്യാസ് അടച്ച ശേഷമായിരുന്നു തുടർ പരിശോധന നടത്തിയത്. അപ്പോഴാണ് പെൺകുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പെൺ സുഹൃത്തായിരുന്നു ഇതെന്ന് വ്യക്തമായത്. അതിനുശേഷം പോലീസ് അഫാനെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് വിഷം കഴിച്ച കാര്യം പുറത്തറിഞ്ഞത്. അഫാൻ കൊലപ്പെടുത്തിയ പെൺ സുഹൃത്ത് ഫർസാന പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്നിറങ്ങിയത്. അഞ്ചലിൽ PGക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നു എന്നാണ് വീട്ടിൽ പറഞ്ഞത്. പഠനത്തിന് ശേഷമാകാം പോയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഏതാനും ദിവസം മുമ്പ് അഫാന്റെ വീടിന്റെ സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികൾ പറയുന്നുണ്ട്. വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ ഫർസാനയുമായി വീട്ടിലെത്തിയത് എന്നാണ് കരുതുന്നത്. കിലോമീറ്ററുകൾ സഞ്ചരിച്ചായിരുന്നു കൊലപാതക പരമ്പര. തന്റെ വീട്ടിൽ നിന്നും 23 കിലോമീറ്റർ അകലെയാണ് മുത്തശ്ശിയുടെ വീടുള്ളത്. അവിടെ നിന്നും കിലോമീറ്റർ അകലെയാണ് വല്യച്ഛന്റെ വീട്. പിന്നെ തിരിച്ച് വീട്ടിലെത്തി 2 പേരെയും കൊന്നു. പെൺസുഹൃത്തിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്
കൊല്ലുകയായിരുന്നു. അവിടെ വെച്ച് തന്നെയാണ് അനുജനെ വകവരുത്തിയതും അമ്മയെ ആക്രമിച്ചതും. ഇവരുടെ മരണം ഉറപ്പാക്കാൻ വേണ്ടി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടു. ഉപ്പയുടെ സഹോദരനെയും ഭാര്യയെയും അവരുടെ വീട്ടിലെത്തി കൊല്ലുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 പ്രതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തിയപ്പോഴാണ് പുറം ലോകം ഈ ക്രൂരതയെ പറ്റി അറിയുന്നത്. പ്രതി ലഹരിക്കടിമയാണെന്ന് സംശയിക്കുന്നു. എലിവിഷം കഴിച്ചതായി പോലീസിനോട് പറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അഫാന്റെ ഉപ്പ റഹീം ഗൾഫിൽ ഫർണിച്ചർ ബിസിനസ് നടത്തിയെങ്കിലും വായ്പ വാങ്ങി കടക്കെണിയിലായി. അത് തീർക്കാൻ നാട്ടിലെ ബന്ധുക്കൾ സഹായിച്ചില്ല. അതിന്റെ വകയിൽ ആരും ജീവിച്ചിരിക്കേണ്ട എന്ന് ചിന്തിച്ച് കൊല നടത്തി എന്നാണ് ഇയാൾ നൽകിയ മൊഴി. ഏകദേശം 75 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. വിദേശത്ത് ബിസിനസ് നടത്തിയത് നഷ്ടത്തിലായി. നാട്ടുകാരിൽ നിന്ന് കുറെ പണം വാങ്ങിയത് വീട്ടാരുണ്ട്. ഇങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ വീട്ടിൽ കൂട്ട ആത്മഹത്യക്ക് പദ്ധതിയിട്ടിരുന്നതായി യുവാവ് പോലീസിനോട് പറഞ്ഞു എന്നാണ് വിവരം. ഇതിനു മുമ്പ് എല്ലാവരും കൂടി വിഷം കഴിച്ച് മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു അത്രേ. എന്നാൽ മരിക്കാതെ ആരെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. തുടർന്ന് വെഞ്ഞാറമൂട്ടിൽ പോയി ചുറ്റിക വാങ്ങി വീട്ടിലെത്തി മാതാവിന്റെ തലക്കടിച്ച് എന്നും മൊഴിയുണ്ട്. പലതും പരസ്പര വിരുദ്ധവുമാണ്. താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്ന് അഫാൻ പോലീസിനോട് തുറന്നു പറഞ്ഞത് ഒരു ഭാവ വ്യത്യാസവുമില്ലാതെയാണ്. സഹോദരനടക്കം സ്വന്തം വീട്ടുകാരെയും പെൺ സുഹൃത്തിനെയും ഒക്കെ കൂട്ടക്കൊല നടത്തിയതിനെ കുറിച്ച് ഒരു കൂസലുമില്ലാതെയുള്ള കുറ്റസമ്മതം കേട്ട് പോലീസ് പോലും നടുങ്ങിപ്പോയി. ഏതാനും മണിക്കൂറിനുള്ളിൽ 3 വീടുകളിലായി എത്തി നടത്തിയ ഈ ക്രൂരതയാണ് യുവാവ് ലഹരിക്കടിമയാണെന്ന് പോലീസ് കരുതാനുള്ള കാരണം. അതേസമയം അഫാന് സാമ്പത്തിക ബാധ്യതയുള്ളതായി അറിയില്ലെന്നാണ് പ്രതി അഫാന്റെ പിതാവ് റഹീം പറയുന്നത്. അതിലൂടെ നാടിന് നടുക്കിയ കൊലപാതക പരമ്പരകളിൽ ദുരൂഹത കൂടുകയാണ്. എന്നാൽ ആ 13 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞനുജനെ മന്തിയൊക്കെ വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിച്ച് ശേഷം ചുറ്റിക കൊണ്ട് തലയ്ക്ക് ആഞ്ഞടിച്ച് കൊല്ലാനുള്ള മനക്കെട്ടി അവന് വേണമെങ്കിൽ അവിടെ ലഹരി എന്നല്ലാതെ മറ്റെന്ത് കാരണമാണുള്ളത്? എന്നാൽ ഇതിനൊക്കെ ഇവിടെ നടപടി എടുക്കുമോ? അതില്ല. ചോദ്യം ചെയ്യുവാൻ പോലീസുകാർക്ക് പോലും ഇന്ന് ആംബിയറില്ല. പിന്നെയല്ലേ നമ്മൾ, അതായത് ലഹരി ഉപയോഗിച്ച ഒരു രാഷ്ട്രീയക്കാരന്റെ മകനെ ചോദ്യം ചെയ്ത തെറ്റിന് നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് പോലും രക്ഷയില്ല. പിന്നെയാണോ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഈ സർക്കാരിനെയും വിശ്വസിച്ചിരിക്കാനാണ് ഭാവമെങ്കിൽ വെഞ്ഞാറമൂടിൽ സംഭവിച്ചതിന്റെ ബാക്കിക്ക് നമ്മളിരയാകും. അതെ, ലഹരി ഉപയോഗത്തിനെയൊക്കെ സംരക്ഷിക്കുന്ന കൂട്ടരാണിവർ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തൂ. പുതിയ വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.